ഹലോ നമസ്കാരം. ഇത് ഈ ലോങ് വാക്ക്. സ്റ്റീഫൻ കിങ്സിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി മോൾനാർ തിരക്കഥ എഴുതി ഡൈസ്റ്റോപ്യൻ മൂവികളുടെ രാജകുമാരൻ ഫ്രാൻസിസ് ലോറൻസ് സംവിധാനം ചെയ്ത ഒരു കിടിലൻ മൂവിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഡാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെയധികം നീതി പുലർത്തിയ, നോവലുമായിട്ട് വളരെയധികം നീതി പുലർത്തിയ ഒരു തിരക്കഥ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു 300 കിലോമീറ്റർ നടക്കുക എന്ന ഒരു മത്സരം മാത്രമാണ്. 50 പേർ 300 കിലോമീറ്റർ നടക്കണം, മണിക്കൂറിൽ 3 കിലോമീറ്റർ നിർബന്ധമായി നടക്കണം എന്നുള്ളതാണ്. ഈ സമയത്തിനുള്ളിൽ 1 മണിക്കൂറിൽ 3 കിലോമീറ്റർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിനനുസരിച്ച് വേണം നടക്കാൻ വേണ്ടി. ആ സ്പീഡിനനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ വാർണിംഗ് തരും. ഫസ്റ്റ് വാർണിംഗ്, സെക്കൻഡ് വാർണിംഗ്, തേർഡ് വാർണിംഗ്, ഫോർത്ത് വാർണിംഗ് ഇല്ല, തലയ്ക്ക് നേരെ ഷൂട്ടാണ്. ചാകുന്നവനെ റോഡിൻ്റെ ഓരത്ത് ഇട്ടിട്ട് അവർ മുന്നോട്ട് പോകും. വെയിലുണ്ട്, തണുപ്പുണ്ട്, രാവുണ്ട്, പകലുണ്ട്, എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ മറികടന്ന് ഉറക്കം, ക്ഷീണം എല്ലാം അതിനെയൊക്കെയെല്ലാം മറികടന്ന് മുന്നോട്ട് യാത്ര. ആ നടത്ത ജീവിക്കുവാനുള്ള, ജീവിതത്തിലേക്കുള്ള യാത്രയിൽ ജീവൻ കൊടുത്ത് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കഥ. 50 പേരടങ്ങും. അവർക്ക് ഒരു നല്ലൊരു എമൗണ്ട് സമ്മാനമായിട്ട് ലഭിക്കുകയും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം സഫലമാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ സ്പെഷ്യലി തിരക്കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എല്ലാത്തരം ആൾക്കാരെയും, ഒരുപക്ഷെ ജെൻസിയും അതോടൊപ്പം തന്നെ ആൽഫ ടീമുകളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി, പഴയ ജനറേഷനെയും എല്ലാം കൂടി ഉൾപ്പെടുത്തുന്ന ആ ഒരു തോട്ട്, അവസാനത്തെ ക്ലൈമാക്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സാധനത്തെയും മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് മാത്രം മതി ഈ സിനിമയെ നമ്മളെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന. വളരെ ചെറിയ സിനിമയാണ്, ഒരു 1.25 മണിക്കൂർ പോലും തികച്ചില്ല. ആ ഒരു ചെറിയൊരു സിനിമ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എങ്കിൽ പോലും, കാരണം ഒരുപാട് രക്തവും രക്തച്ചൊരിച്ചലുമൊക്കെ ഉണ്ട്. മുതിർന്നവർ മാത്രം കാണേണ്ട സിനിമയാണ്. രക്തവും രക്തച്ചൊരിച്ചലും, അത് ബ്രൂട്ടലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൈ സാധനം. അതാണ് ഇതിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ആ തുടക്കത്തിൽ ഇത്തിരി ഈ കഥയിലേക്ക് കടക്കാനുള്ള ആ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ലാഗ്, ഒരു 10-12 മിനിറ്റ് ഒരു ലാഗും ഉണ്ട്. ഇത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. ബാക്കി എല്ലാം തന്നെ വളരെയധികം പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും പെർഫോമൻസ്, ഒരാളും മോശം എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവരുടെയും പെർഫോമൻസും കിടിലമായിരുന്നു. ഒരുപാട് ആൾക്കാർ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൂപ്പർ ഹോഫ്മാൻ, അതോടൊപ്പം തന്നെ നമ്പർ 23, അതോടൊപ്പം തന്നെ അതിൻ്റെ മിലിറ്ററി മാൻ. എനിക്ക് വലിയ ആർട്ടിസ്റ്റുകളെ ഒന്നും വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ ഇതിലെ പല കഥാപാത്രങ്ങളെ മനസ്സിലിങ്ങനെ നമ്പർ 38, നമ്പർ 6, അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്പർ 5, അങ്ങനെ ഒരുപാട് ആൾക്കാർ. കാരണം ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കഥകളാണ് ഉള്ളത്. ആ ഷൂലൈസൊക്കെ കെട്ടാൻ വേണ്ടി കുനിയുന്ന ആൾ, ആ കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയിൽ പോലും ആ ടാർഗറ്റിന് വേണ്ടിയുള്ള ഓട്ടം ഓടുന്ന ആ മനുഷ്യൻ. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി പറയാനുണ്ട്. ഈ 50 പേരുടെയും സ്റ്റോറി പറയുമ്പോൾ സിനിമ വളരെയധികം വലുതാകും. പക്ഷേ അങ്ങനെ ഈ 50 പേരുടെയും കഥകളെ വളരെയധികം ചെറിയ രീതിയിൽ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തു പോകാൻ നന്നായിട്ട് തന്നെ തിരക്കഥാകൃത്തിനും എഡിറ്റിങ്ങിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ നല്ലൊരു ശതമാനം സീനും, ഏകദേശം ഒരു 80-85% സീനും മുഴുവനും റോട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നത് ലൈവായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ വലിയ ജിമിക്കുകളൊന്നും തന്നെ ഇല്ല, നോർമൽ ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു അവരുടെ പെർഫോമൻസിലൂടെ ആ സൗണ്ടും കൂടി ചേരുമ്പോൾ, ലൈവ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ സൗണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, കുറേ ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈക്ലഭ്യം, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നിന്നും നമ്മുടെ മുഖം എടുത്ത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ ഒരു സീനിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഒറിജിനൽ കഥയെ നമ്മുടെ സിനിമാറ്റിക് മൂഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കുറേ ക്ലൈമാക്സിലുള്ള കുറേ സാധനങ്ങളൊക്കെ
വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ അതല്ല എങ്കിൽ ഒരു പക്ഷേ നമുക്ക് OTTയിൽ വരുമ്പോൾ എങ്കിലും ഇത് മിസ്സാക്കാതെ കാണണം എന്നുള്ളതാണ്. കാരണം മാർക്കോ പോലുള്ള ഒരു ഡാർക്ക് മൂവി കാണാൻ മലയാളി കാണിക്കുന്ന മനസ്സ് തീർച്ചയായും ഈ സിനിമയും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മനസ്സിന് തിങ്ക് ചെയ്യുവാനുള്ള കുറേ മൂമെൻറ്റുകൾ നൽകിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. കാരണം ഇനിയും നമുക്ക് ചിന്തിക്കാം, മനുഷ്യനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത ചിലപ്പോൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരുപാട് ചിന്തകൾക്ക്, മനുഷ്യൻ്റെ ചിന്തകൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഈ സിനിമ OTTയിൽ വരുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇതിൻ്റെ പ്ലോട്ട് അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് അതിൻ്റെ ഹൈ സാധനം എന്ന് പറയുന്ന ക്ലൈമാക്സ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതിൻ്റെ ക്ലൈമാക്സ് എന്നെ ഹാർട്ട് ഹീറ്റിംഗ് ആക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, താങ്ക് യു.